ഇന്ത്യൻ ഭരണഘടന ചമച്ചതിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അതിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരാളായിരുന്നു. വരേണ്യവർഗങ്ങളിലെ ഒരുപാട് ചവിട്ടേറ്റ മനുഷ്യനാണ് അദ്ദേഹം. സ്കൂളിൽ പഠിക്കുമ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തു കുടിച്ചു, അതിന് ശിക്ഷ അനുഭവിച്ചു സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. ഇത്രത്തോളം അത് കഴിഞ്ഞതിന് ശേഷം വിദേശ വിദ്യാഭ്യാസവും ഒക്കെ ഒരുപാട് പൂർത്തിയാക്കി വളരെ വിദ്യാഭ്യാസത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് കടന്നു കയറിയ മനുഷ്യനാണ്. ധാരാളം ഡോക്ടറേറ്റുകളുണ്ട്, ഒരുപാട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികളുണ്ട്, ഗ്രാജുവേഷൻ ഡിഗ്രികളുണ്ട്. ലോയിൽ നിയമത്തിൽ അഗ്രഗണ്യനായിരുന്നു. അതായത് നമ്മുടെ ജൂറി സ്റ്റുഡൻസിൽ നിയമത്തിൻ്റെ നോളജ് ഓഫ് ലോ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആയതുകൊണ്ടാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ട് പോലും അദ്ദേഹം നമ്മുടെ ഭരണഘടനയുടെ അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അവരോധിക്കപ്പെട്ടത്. നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഇതുപോലൊരു ഭരണഘടന കിട്ടാൻ തന്നെ കാരണം ഡോക്ടർ ബി ആർ അംബേദ്കറും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളുമാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഭരണഘടന എന്ന് പറയുന്നത് വളരെ ഒരു മഹത്തായ ഭരണഘടനയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു മോശത്തരം ഈ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായാൽ അത് ഭരണഘടനയുടെ കുഴപ്പമല്ല, അത് ഇത് നടപ്പാക്കുന്നവരുടെ, ഇത് നോക്കി നടക്കുന്നവരെ, ആ ഭരിക്കുന്നവരുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയുടെ കുഴപ്പമല്ല, ഭരിക്കുന്നവരുടെ കുഴപ്പം കൊണ്ടാണ് ഇന്ന് നമുക്കുണ്ടാകുന്ന എല്ലാ അപജയങ്ങളും, അതാണ് ബുദ്ധിമുട്ടുകളും. അതാണ് അത് ഡോക്ടർ അംബേദ്കറുടെ വിഷൻ എന്ന് പറഞ്ഞ അതാണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതായത് സാമൂഹികമായ അധപ്പതനം എന്ന് പറയുന്നത് സാമ്പത്തികമായ അധപ്പതനത്തിലേക്ക് നയിക്കും. അതുപോലെ സാമ്പത്തികമായ അധപ്പതനം എന്ന് പറയുന്നത് സാമൂഹ്യമായ അധപ്പതനത്തിലേക്ക് നയിക്കും. അപ്പൊ ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഒന്നിച്ചു പോകേണ്ടതാണ്. എല്ലാവരും തുല്യത വരുന്നുണ്ടേ എല്ലാവർക്കും സമ്പത്ത് കൈയാളണം. അതായത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയാം അതിനെ. എല്ലാവരും സമ്പത്ത് കൈയാളണം. അത് സാമൂഹ്യമായിട്ടും തുല്യത എല്ലാവർക്കും വേണം. ആ തുല്യതയ്ക്കും ഒക്കെ വേണ്ടി പടപൊരുതിയ ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ ആ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ അമെൻമെന്റ് 1951 ആദ്യത്തെ അമെൻമെന്റ് വരുന്നത്. ആ ഫസ്റ്റ് അമെൻമെന്റിലാണ് ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസിനും അവർക്കും യഥാർത്ഥത്തിൽ റിസർവേഷൻ കൊണ്ടുവരുന്നത്. കാരണം വിവേചനത്തിനെതിരെയുള്ള വകുപ്പുകളാണ് ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16. പക്ഷേ അതിൽ നിന്ന് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഇതുപോലെ വീക്കർ സെക്ഷന് കൊടുക്കാൻ വേണ്ടിയാണ്. അത് സാമ്പത്തികമായിട്ടുള്ളവർക്കല്ല ഉദ്ദേശിച്ചത്, സാമൂഹ്യമായിട്ടുള്ള വീക്കർ സെക്ഷന് മാത്രമാണ് ആ ഡോക്ടർ ബി ആർ അംബേദ്കർ അത് കൊണ്ടുവന്നതും അത് ഈ അടുത്ത കാലം വരെ നടപ്പായിക്കൊണ്ടിരുന്നതും. ഇപ്പോൾ അതിനകത്ത് കൊണ്ടുവന്നിട്ട് സാമ്പത്തിക പരാധീനത, അതായത് സാമ്പത്തികമായി ഉള്ള ബാക്ക്വേർഡ്നെസ്സും കൂടെ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, അതായത് ഇവർ തമ്മിലുള്ള വിടവ്, അതായത് സാമൂഹ്യമായിട്ട് മേലേക്കിടയിലുള്ളവരെന്ന് കരുതുന്നവരും താഴേക്കിടയിലുള്ള ആളുകളും ആയിട്ടുള്ള ആ വ്യത്യാസം, ആ വിടവെന്ന് പറയുന്നത് അത് നികത്താൻ വേണ്ടിയാണ് ഇവർക്ക് റിസർവേഷൻ കൊടുത്തത്. കാരണം ഇവരെ മേളിലോട്ട് പൊക്കിക്കൊണ്ടുവരണം, മറ്റവരെ താഴ്ത്തണമെന്നല്ല അവരുടെ പൊസിഷൻ അതാണ്. പക്ഷേ ഇവരെ പൊക്കിക്കൊണ്ടുവരുമ്പോ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയും കൂടെ കണക്കാക്കി റിസർവേഷൻ കൊടുത്താൽ ഈ വിടവ് ഇതുപോലെ കൂടത്തേ ഉള്ളൂ, നിൽക്കുകയുള്ളൂ, ഒരിക്കലും കുറയത്തില്ല. ഈ വിടവ് ഒരിക്കലും അത് കുറയുന്നില്ല എന്നുള്ള ഒന്നും മനസ്സിലാക്കണം, തിരിച്ചറിയണം. അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ അതിനെക്കുറിച്ചുള്ള ചർച്ച പാർലമെന്റിൽ നടക്കുമ്പോൾ നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഭരണകൂടത്തിലെ രണ്ടാമൻ എന്ന് പറയാവുന്ന അമിത്ഷാ പറഞ്ഞ ഒരു വാചകമുണ്ട് കേട്ടോ, വളരെ. അതായത് പറഞ്ഞത്, നിങ്ങൾ ഈ അംബേദ്കർ 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 ഇതാണ് കേട്ടോ, ഈ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു ഇപ്പോൾ. ഇതാണ് കാര്യം. ഫാഷനേ ഉള്ളൂ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. അംബേദ്കർ എന്ന് പറയുന്നത് ആ മഹാൻ ഒരു ഫാഷനാണ്. ഇനി അടുത്ത വാചകം, അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇതിനു പകരം കോൺഗ്രസ്സുകാര് ദൈവമേ എന്നുള്ളത് ഉച്ചരിച്ചിരുന്നെങ്കിൽ, ദൈവത്തിനെ വിളിച്ചിരുന്നെങ്കിൽ അടുത്ത 7 തലമുറ, വരുന്ന 7 തലമുറയിൽ അവർക്ക് സ്വർഗത്ത് മുട്ടുമായിരുന്നു എന്നുള്ളതാണ്. പുള്ളിയാണ് ഈ സ്വർഗത്തിനെ അവാർഡ് ചെയ്യുന്ന ആള്, അമിത്ഷായാണ്. അമിത്ഷായ്ക്ക് അറിയാം ആർക്കൊക്കെ സ്വർഗം കിട്ടും, ആർക്കൊക്കെ കിട്ടണമെന്ന്. അപ്പൊ ദൈവത്തിനെ വിളിച്ച്
സ്വർണ്ണ ഇവർ ദൈവത്തിനെ വിളിച്ച് സ്വർഗം വാങ്ങിക്കാൻ കാത്തിരിക്കുന്നവരാണ്. അതാണ് കാര്യം. അങ്ങനെ കോൺഗ്രസ്സുകാർ അത് വിളിക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർ അംബേദ്കറിനെ എന്തുമാത്രം അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതാണെന്നറിയാമോ ഇത്? എന്നിട്ട് അയാളെ ന്യായീകരിക്കാൻ നമ്മുടെ ബഹുമാനീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രി, അത് ബാക്കി എല്ലാത്തിനും മൗനമായിരിക്കും, ഇറങ്ങി വന്നു. അംബേദ്കറെ അപമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണെന്ന്. ശരിയാണ്, കണ്ടുപിടിച്ചു. ഈ പരിസരത്തെങ്ങും ഇല്ലായിരുന്ന ആളുകളാണ് ഇവര്. എന്നിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് അംബേദ്കറെ അഭിമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ് എന്ന്. കോൺഗ്രസ്സുകാർ അംബേദ്കറെ അപമാനിച്ചുകൊണ്ടാണോ ഭരണഘടന ചമയ്ക്കുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം അവരോധിക്കപ്പെട്ടത്? അദ്ദേഹത്തിനെ അതേപോലെ തന്നെ ആദ്യത്തെ നിയമവകുപ്പ് മന്ത്രിയായിട്ട് മാറിയത്? അപ്പൊ അത് കോൺഗ്രസ്സുകാരെന്നും അപമാനിച്ചതും ആക്ഷേപിച്ചതൊന്നും അല്ല. ഡോക്ടർ BR അംബേദ്കറെ ആക്ഷേപിക്കാനും അപമാനിക്കാനും അന്ന് കരുത്തുള്ള ആരും ഇല്ല എന്ന് പറയണം. കാരണം അത്രത്തോളം വലിയ നിയമജ്ഞൻ എന്ന് പറയുന്ന ഒരു ജൂറിസ്റ്റ് എന്ന് നമുക്ക് പറയാം, റിനൗണ്ട് വേൾഡ് ജൂറിസ്റ്റ് എന്ന് പറയാവുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ആക്ഷേപിച്ചത് വേറെ ആരുമല്ല, ഇവരൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്തിയിട്ടുള്ളതൊന്നും ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നും അല്ല. അതും ആലോചിക്കണം. ആരൊക്കെയാണെന്നുള്ളത് അവർ തന്നെ ചിന്തിച്ചാൽ മതി. ഇതിന്റെ പുറയിലുള്ള ബ്രാഹ്മണ്യം കൊണ്ടു നടക്കുന്ന ആളുകളൊന്ന് ചിന്തിച്ചാൽ മതി, ആരൊക്കെയാണ് ഡോക്ടർ BR അംബേദ്കറെ ആക്ഷേപിച്ചിട്ടുള്ളതെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ആ മനോഭാവത്തിന് വ്യത്യാസമില്ല. അതാണ് പ്രശ്നം. അതാണ് അമിത്ഷായുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അംബേദ്കർ 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 എന്ന് പറയുന്ന ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് മന്ത്രിക്കുന്നതിന് പകരം കോൺഗ്രസ്സുകാർ ദൈവത്തിന്റെ പേര് ഉച്ചരിച്ചിരുന്നെങ്കിൽ അവർക്ക് 7 തലമുറയ്ക്ക് സ്വർഗം കിട്ടുമായിരുന്നതാണ് കേട്ടോ. ദൈവത്തിനെ വിളിക്കുന്നവർക്കെല്ലാം 7 തലമുറ, ഒരു തലമുറയ്ക്കെങ്കിലും സ്വർഗം കിട്ടിയ നല്ലായിരുന്നു. ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവർക്കേ അറിയാവുള്ളൂ. എവിടെ ഈ സ്വർഗം? അത്തരം നമ്മൾ കണക്കാക്കിയാൽ മതി, തിരിച്ചറിഞ്ഞാൽ മതി അതിനെക്കുറിച്ച്. ഈ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെ വികലമായ കാഴ്ചപ്പാടാണ്. എന്നിട്ട് ഇന്നലെ അതിന് പത്രസമ്മേളനം വിളിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞേക്കുന്ന വാചകങ്ങളെല്ലാം അതേപോലെ തന്നെ കോട്ട് ചെയ്തു. ആശാനും ശിഷ്യനും കൂടി ഇരുന്ന് എല്ലാം ചെയ്യാണ് പരിപാടി. ഇത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറയുന്നത് എന്താണെന്നറിയോ? കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തു, കോൺഗ്രസ്സുകാർ ഇങ്ങനെ ചെയ്തു. അല്ലാതെ അമിത്ഷാ ഇങ്ങനെ ചെയ്തെന്നുള്ളതല്ല പറയുന്നത്. കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തു, കോൺഗ്രസ്സുകാർ ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടാണ് മുമ്പോട്ട് കൊണ്ടുവന്നത്. അല്ലാതെ ഞങ്ങൾ തെറ്റ് ചെയ്തു, അത് അബദ്ധം പറ്റിപ്പോയി, ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്നുള്ള ഒരു രീതിയിൽ എങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. അതിന് മാപ്പി വയ്ക്കാനും തയ്യാറല്ല അവര്. അതിന് പകരം അതിനെ ന്യായീകരിക്കുകയാണ്. കാര്യം എന്താ? കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്സുകാരല്ല, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ആര് ചെയ്താലും ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത് പോലുള്ള ഒരു പ്രതിഭയെ, ഒരു മനുഷ്യനെ, ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജൂറിസ്റ്റുമാരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹത്തിനെ, ഇന്ത്യൻ ഭരണഘടന ചമയ്ക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആ മഹാനെ, അദ്ദേഹത്തെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അതിന്റെ ചേതവികാരം ഇതാണ്. കാരണം ദളിതനെന്നും ദളിതനാണ്. അതാണ് പ്രശ്നം. വരേണ്യവർഗത്തിൽപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരൊന്നും ഇദ്ദേഹത്തിനെ അംഗീകരിക്കാൻ തയ്യാറാവത്തില്ല. മനം മടുത്താണ് അവസാനം ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കാൻ പോയത്. അതൊന്ന് തിരിച്ചറിയണം ശ്രീ അമിത് ഷാ. നിങ്ങൾ ഇതുപോലെ ഒരു മഹാനെ പാർലമെന്റിൽ വെച്ച് ആക്ഷേപിക്കുമ്പോൾ മനസ്സിലാക്കണം അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത്. അംബേദ്കറെ വിളിക്കുന്നതിന് പകരം ദൈവത്തിനെ വിളിക്കാൻ പറയാമെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ മനസ്സാണ് അതിലൂടെ വെളിയിൽ ആവുന്നത്. നിങ്ങളുടെ ചിന്താധാരയുണ്ടല്ലോ, ഇടുങ്ങിയ ചിന്താധാര, സങ്കുചിതമായിട്ടുള്ളത്, അതാണ് പുറത്തേക്ക് വരുന്നത്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറക്കണ്ട.